ഹായ് എവരിവൺ, എല്ലാവരും തിരക്കാണോ? ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? കെ ഫ്രാൻസിസ് ഹായ്, നമസ്തേ. ജെ സൈമൺ നമസ്തേ. നമസ്തേ. സുഖാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് വലിയൊരു തള്ള് കണ്ട് കണ്ണ് മഞ്ഞളിച്ചാണ്. എല്ലാവരും കേട്ട് കാണും, എല്ലാവരും കണ്ടു കാണും. പക്ഷേ ഒരു തള്ള് എന്നൊക്കെ പറയുമ്പോൾ പ്രസാദ് കോട്ടയ്ക്കൽ നമസ്തേ. കുറെ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ ആരുടെയും പേര് കാണിക്കുന്നില്ല കേട്ടോ. എനിക്ക് പേര് കാണുന്ന ആൾക്കാരുടെയാണ്. പ്രസാദ് നമസ്തേ. വേറെ ഒന്ന് രണ്ട് പേര് പ്രൊഫൈല് കാണുന്നുണ്ട്, പക്ഷെ പേര് കാണുന്നില്ല. അതെന്തുകൊണ്ടാ? ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ വലിയൊരു തള്ള് കണ്ടുകൊണ്ടാണ് ഞാൻ സാധാരണ ഈ വക തള്ളുകളിൽ നിന്നൊക്കെ ദേവദത്തൻ അല്ലേ? ദേവദത്തൻ, ഓക്കെ, നമസ്തേ. അപ്പൊ സാധാരണ ഇതുപോലുള്ള തള്ളുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നടക്കാറാണ് പതിവ്. പക്ഷേ ഈ തള്ളു കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങളോടും കൂടെ, നിങ്ങളുടെ മുന്നിലും കൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോ ഈ തള്ള് നിങ്ങൾ കേട്ടിട്ട് എവിടെയെങ്കിലും തൊട്ടടുത്ത് ഏതെങ്കിലും ടേബിളോ മേശയോ നിങ്ങൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് എന്തെങ്കിലും ഫർണിച്ചറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം അനൂപ് നമസ്തേ, ഈ തള്ള് മാരകമായ തള്ളാണ്. ഒരാളൊന്നും ഒരു പിടിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ മറിഞ്ഞടിച്ച് വീഴും, അതുപോലത്തെ തള്ളാണ്. അപ്പൊ ഞാൻ ആ തള്ള് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്ന് പടിപടിയായിട്ട് നമുക്ക് ഈ തള്ളുകളെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം പ്ലീസ്. അപ്പൊ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ പ്ലീസ്. ഒരു സെക്കൻഡ്, ഇതിന്റെ ഞാൻ ബി ജെ പി വിമർശിക്കാനില്ല. ഞാൻ ബി ജെ പി പ്രവർത്തകരെ വേദനിപ്പിക്കാനോ അവരുടെ നേതാക്കളെ ആക്ഷേപിക്കാനോ ഇല്ല. ഞാൻ ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തല്ലി അത് നന്നാവില്ലടോ. അവിടെ നിൽക്കട്ടെ, ഞാൻ തല്ലിയാൽ ഇത് നന്നാവില്ല, അവിടെ നിൽക്കട്ടെ. അത്രയും ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായത് 10-20 വർഷം ഒരു എന്താ പറയാ, ഒരുത്തനെ 10-20 വർഷം വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനം. ഞാൻ ഈ പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കാൻ ഞാൻ പോയിട്ടില്ല. കാരണം ഞാനൊരു വിദേശിയാണ്, ഞാനൊരു പ്രവാസിയാണ്. സോ എനിക്ക് അതിനുള്ള അവസരം വന്നിട്ടില്ല. ദെൻ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷെ നാട്ടിലെ ഒരുപാട് സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ നാട്ടിലെ ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് അണികളുടെ കണ്ണീരും പ്രയത്നവും അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കൊണ്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഈ പ്രസ്ഥാനം വളർന്നു വന്ന തുടക്കം തൊട്ട് എനിക്കറിയാം ഇതിന്റെ വളർച്ചകളും, അതിന്റെ ആദ്യം തൊട്ട് എങ്ങനെയായിരുന്നു, ഇത് എവിടുന്നാണ് വളർന്നു തുടങ്ങിയത്, ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു അനുഭവസ്ഥയാണ് ഞാൻ. അതിനകത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു 4 വോട്ട് പോലും തികച്ചു കിട്ടാത്ത സമയത്ത് പഞ്ചായത്തില് വാർഡ് തലത്തിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ. അന്ന് CPM-ഉം ഈ പറയുന്ന മാർക്സിസ്റ്റും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നമ്മുടെ നാട്ടില് ഞാന് അന്നത്തെ എത്രയോ വർഷം മുമ്പ്, അന്ന് എനിക്കൊരു 35 വയസ്സോ മറ്റോ ഉള്ളൂ, അന്ന് പാർട്ടി പതുക്കെ വളർന്ന് ഇങ്ങനെ എന്താ പറയാ അതിന്റെ ഒരു സംഗതികളൊക്കെ വരുന്നേ ഉള്ളൂ. ആ സമയത്ത് പഞ്ചായത്ത് തലത്തില് ഞാന് മത്സരിച്ചിട്ട് അന്ന് നമ്മൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് ഈ പറയുന്ന ഈ BJP ഈ പാർട്ടിയുടെ പേരിൽ. അപ്പോ അനുഭവങ്ങളും പിന്നെ ഞാൻ അന്നു മുതൽ നോക്കിക്കാണുന്ന എന്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്റെ കൂടപ്പിറപ്പുകളും എന്റെ ആങ്ങളമാരൊക്കെ അന്ന് ശാഖയിൽ പോയിരുന്നതും ശാഖ വളരെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ 10-20 ഇപ്പൊ ഇദ്ദേഹം തന്നെ ആവശ്യപ്പെടുന്നു, 10-20 വർഷം ഒരു പ്രസ്ഥാനം ഒരാളെ വളർത്തി വലുതാക്കി നന്നായിട്ട്, അതായത് എല്ലാവരുടെ മുൻപിലും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കാണിച്ച് PR വർക്കിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യങ്ങൾക്കായാലും ഒരു ഇല്ലാത്ത ഒരു ബഫൂണിനെ,
ഒരു ബഫൂണിനെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് കാണിച്ചതിന്റെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്താ പറയാ ഏറ്റെടുത്ത്, ഒരു പ്രസ്ഥാനം ഏറ്റെടുത്ത് ആ പ്രസ്ഥാനം ആ ഒരു വഴിപിഴച്ച ഒരു സന്തതിയാണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകി നമ്മള്. അപ്പൊ ആ വഴിപിഴച്ച ഒരു സന്തതിയെ ഒരു പ്രസ്ഥാനം ഏറ്റെടുത്തിട്ട് കുട്ടിക്കാലത്ത് ആ പയ്യന്റെ കുട്ടിക്കാലത്ത് ആ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ട് ആ പ്രസ്ഥാനത്തിന് പറ്റുന്ന രീതിയിൽ പലതരത്തിലും ഈ പയ്യനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് 10-20 വർഷം അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഈ പയ്യൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഈ വഴിപിഴച്ച സന്തതി തന്നെ പറയുന്നുണ്ട്, ഞാൻ 20 വർഷമായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന്. ആ 20 വർഷം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പറയാണ്, ഞാനൊരു വടിയെടുത്തിട്ട് മാരാർജി ഭവന്റെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഒന്നും ഇവര് നേരെയാവാൻ പോകുന്നില്ലടോ എന്ന്, ഇവര് നേരെയാവാൻ പോകുന്നില്ല എന്ന്. അപ്പൊ ആ വാക്കുകളിൽ തന്നെ നന്ദികേടിന്റെ അങ്ങേയറ്റമാണ്, നന്ദികേടിന്റെ അങ്ങേയറ്റമാണ്. ഇനി ഈ വഴിപിഴച്ച സന്തതി പറയുന്ന മറ്റൊരു തലം, അതായത് ഇവൻ വടിയെടുത്തിട്ടൊന്നും വേണ്ട പ്രസ്ഥാനത്തിന് നേരെയാവാൻ. 10 വോട്ടിന് പോലും തികച്ചു കിട്ടാത്ത പാർട്ടി ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുകയാണ്. അത് ഈ പൊട്ടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ പൊട്ടൻ 10-20 വർഷം അവന്റേതായ എല്ലാ കാര്യങ്ങളും ചെയ്തില്ല, അല്ലെങ്കിൽ നടന്നില്ല, സംഭവിച്ചില്ല, ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. അത് അയാളുടെ എക്സ്പീരിയൻസ്. അപ്പൊ ആ 20 വർഷം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ഇറക്കുകയാണ്, കാലുകൊണ്ട് ചവിട്ടി തേക്കാണ്. ചവിട്ടി തേച്ചിട്ട് പറയാണ്, ഞാനൊരു വടി എടുത്തിട്ട് മാരാർജി ഭവന്റെ ചുറ്റും ഞാൻ ഓടാനും ഞാൻ RSSകാരെയും BJPക്കാരെയും തല്ലി നേരെയാക്കാനൊന്നും ഇവൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഈ വഴിപിഴച്ച സന്തതി പറയുന്നതാണ്. പക്ഷെ വഴിപിഴച്ച സന്തതി മറക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ മാരാർജി ഭവനില് 20 വർഷം ഇത്രയും കാലം അതിന്റെ കൂടെ നിന്ന ഇതേ അവസ്ഥയിൽ ഞാൻ പറയുന്നു, ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയാണടോ നമ്മള്. അതുകൂടി പറയണ്ടേ? വഴിപിഴച്ച സന്തതിക്ക് എന്താ അത് പറയാൻ പറ്റാത്തത്? അല്ലാതെ ഓടി വിളിച്ചിട്ടല്ലല്ലോ BJP ഇന്ന് ഭാരതം ഭരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടി ഓടി വിളിച്ച് കയറിയതല്ലല്ലോ. എല്ലാ ആൾക്കാരും നമ്മുടെ ജനായത്ത് ഭരണത്തില് ജനങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുന്ന ജനായത്ത് ഭരണത്തില് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ ഭരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി എന്താ പറയാ നരേന്ദ്രമോദിജി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അത് 3-ാം തവണ, 1-ാം തവണയല്ല, 2-ാം തവണയല്ല, 3-ാം തവണ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഇവൻ ഇനി തല്ലി നേരെയാക്കാൻ കണ്ടിട്ടില്ലടോ എന്ന് ഈ ഊച്ചാളി പറയുമ്പോൾ ഈ ഊച്ചാളിയുടെ മാന്യത എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കണ്ടവർക്കും കേട്ടവർക്കും ഒരു വെറുതെ പറഞ്ഞു ചിരിക്കാനായിട്ട്, പരിഹാസ്യനാവാനായിട്ട് ഈ ബഫൂണിന് ഇന്നിങ്ങനെ നിവർന്നു നിന്ന് പറയാനായിട്ടുള്ള ആ സാമർഥ്യം എവിടുന്നാ വന്നത്? അത് BJPക്കാരുടെ ധർമ്മമാണ്. ഇവൻ ഇന്ന് നിവർന്നു നിന്നിട്ട് ഇതുപോലെ ചെലക്കാനായിട്ട് കിട്ടിയ സാമർഥ്യം ആരുടെ വകയാണ്? അത് BJPക്കാരുടെ വകയാണ്. ഇവന്റെ തടിയും ഇവന്റെ സാമർഥ്യവും ഇവന്റെ വാക്സാമർഥ്യവും ആരുടെ വകയാണ്? അത് BJPക്കാരുടെ. ഈ വഴിപിഴച്ച സന്തതിയുടെ തടി, അവന്റെ ശരീരം, ഇന്ന് അവൻ എന്താണോ അവന്റെ പിക്ചർ, ഇതെല്ലാം BJPക്കാരുടെ വക ദാനം കിട്ടിയതാണ്, RSSന്റെ വക ദാനം കിട്ടിയതാണ്. ആ 10-20 വർഷം RSSന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുടെയും കൂടെ നിന്ന് അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് ഇന്ന് തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, ഞാനൊന്നും നിങ്ങളെ വടിയെടുത്തിട്ട് തല്ലിയിട്ട് നേരെയൊക്കെ കണ്ടിട്ടില്ലടോ എന്ന്. ഹോ എന്റെ പൊന്നേ, ഞാനിതങ്ങോട്ട് കേട്ടിട്ട് നിങ്ങളോട് അതാ ഞാൻ പറഞ്ഞത് തുടക്കത്തിലെ തന്നെ, ഇരിക്കുന്ന കസേരയിലോ മേശയിലോ പിടിച്ചിരുന്നോ ഇല്ലെങ്കിൽ മറിഞ്ഞു വീഴും, ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ കേക്ക്. രണ്ടാമത്തെ, ഞാൻ ഇന്നലെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. അവിടെ നിക്ക്. ഇന്നലെ വരെ നോട്ട് ദ പോയിന്റ്, ഇന്നലെ വരെ ഞാൻ പറയുന്ന രാഷ്ട്രീയം, ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം. അപ്പൊ ഇതുവരെ ഞാൻ അങ്ങനെ ആയിരുന്നില്ലെന്ന് ഇയാള് തന്നെ, വഴിപിഴച്ച സന്തതി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്നലെ വരെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയം. അപ്പൊ നിങ്ങൾ എത്ര നേരം കൊണ്ടാണ് ഇതിലേക്ക് മാറിയത്? 20 വർഷം നിങ്ങൾ വളർന്നു വന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇന്നലെ മുതൽ എന്റെ തന്ത ഇതുവരെ ഉണ്ടായിരുന്ന ആളല്ല, എന്റെ തന്ത മാറുവാണ് ഞാന്. പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതുവരെ എന്നെ വളർത്തി വലുതാക്കിയ തന്തയും തള്ളയും ഞാൻ പുറംകാലിന് തൊഴിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം.
ഇന്നലെ വരെ എന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ തന്തയും തള്ളയും ഞാൻ തിരിഞ്ഞു നോക്കില്ലെന്ന് മാത്രമല്ല, ഞാൻ അവരെ പുറംകാലിൽ അടിച്ച് തോഴിക്കുന്ന ഞാൻ. കൂതറകള് എവിടെങ്കിലും പോയി തൊലയിട്ട്, തന്തയും തള്ളയാണത്രേ, ഒരു മര്യാദ വേണ്ടേ? അപ്പോ തന്തയും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് തന്തയും തള്ളയ്ക്കും കഞ്ഞി കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇവരെ പുറംകാലിന് അങ്ങ് അടിച്ച് തൊഴിച്ചിട്ട് ഇന്ന് പറയാണ്, ഇന്നു മുതല് എന്റെ തന്തയും തള്ളയും വേറെയാണ്, എന്റെ തന്തയെ ഞാൻ മാറാൻ പോവുകയാണ്. പബ്ലിക്കായിട്ടാ പറയുന്നത്. എന്റെ തന്തയെ മാറുന്ന തിരക്കിലാണ് ഞാൻ. എന്റെ തന്തയെ മാറിക്കഴിഞ്ഞു, ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തന്തയെ മാറിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? കേൾക്കാൻ രസല്ലേ? അടുത്തത് ആ അയ്യോ ഓയിന്റെ അമ്മേ, ഒരൊറ്റ തള്ള സ്റ്റേജിലാണ് കയറി നിന്നിട്ട് നമ്മളിങ്ങനെ മുഴുവൻ ശക്തി എടുത്തിട്ട് ഒറ്റ തള്ളി അങ്ങ് തള്ളി മറിച്ചിട്ട് ഇന്ന് മുതല് ഷാഫി പറമ്പിലിന്റെ, നവ്യ ഹരിദാസിന്റെ, പിന്നെ മല്ലികാർജുൻ ഖാഡ്ഗെയുടെ, രാഹുൽ ഗാന്ധിയുടെ, ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ ഒക്കെ രാഷ്ട്രീയമാണ്. ഇന്നലെ മുതൽ അപ്പൊ എന്റെ തന്തയും തള്ളയും ഒക്കെ ഞാൻ മാറി. എന്റെ തള്ള ഇന്ന് മുതല് പിന്നെ സോണിയാഗാന്ധിയാണ്, തന്ത പിന്നെ മല്ലികാർജുൻ ഖാഡ്ഗെയാണോ ആരെയാണോ എന്തൊക്കെയോ അത് ഇഷ്ടംപോലെ അയാൾ തിരഞ്ഞെടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഈ വഴിപിഴച്ച സന്തതിയുടെ ഇഷ്ടമാണ് ഏത് തന്തയെ വേണം ഏത് തള്ളയെ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ. കാരണം ഇതൊന്നും സ്ഥിരതയില്ലാത്ത മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ സ്ഥിരതയില്ലാത്തവർക്ക് ഈ വക സംഭവങ്ങളൊന്നും അത്ര വലിയ വിഷയങ്ങളല്ല, അവരെ സംബന്ധിച്ച് അതൊന്നും വലിയ വിഷയങ്ങളല്ല. അപ്പോ ഈ പറയുന്ന രാഷ്ട്രീയത്തിലൊക്കെ തെരഞ്ഞെടുത്തിട്ട് ഇനി ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 10-70 വർഷമായിട്ട് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? എന്താണ് ഈ കോൺഗ്രസ്സുകാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്, ആണല്ലോ. നമ്മളാരും അറിയാത്ത കാര്യങ്ങളല്ല. ഓരോ ദിവസവും ഇവരെ കുറിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാര്യത്തിലായാലും ഈ പറയുന്ന അവനവന്റെ നിലനിൽപ്പിന്റെ കാര്യത്തിലായാലും ശരി, ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയുന്നതാണ്. നമ്മൾ കേട്ടറിയുന്നതല്ല, കണ്ടറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. അടുത്ത ഡയലോഗ്. ഞാൻ കടന്നു വന്നപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വലിയ സ്നേഹമുണ്ട്, വലിയ വലിയ കരുതലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാന് പാർട്ടി മാറാൻ തീരുമാനിച്ചപ്പോ, പാർട്ടി മാറിയ കാര്യം പറഞ്ഞപ്പോ നിങ്ങളതൊരു റോങ് ചോയ്സ് ആയിപ്പോയി. എനിക്ക് CPM-ലേക്ക് മാറായിരുന്നു. CPM ഭരണമുള്ള പാർട്ടിയാണ്, CPM-ലേക്ക് മാറായിരുന്നു. എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും? ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട്, അല്ലെ? ക്യാബിനറ്റ് പദവിയോട് പോലീസിനെ വെച്ചുകൊണ്ട് ചീറിപ്പായാവുന്ന പദവി 1.5 വർഷം കഴിഞ്ഞാൽ ഷുവർ സീറ്റ്. അത് പിന്നെ ദൈവത്തിന് അറിയാം. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പോ CPM-ലേക്ക് മാറിക്കഴിഞ്ഞാല് CPM അവർക്ക് ക്യാബിനറ്റ് പദവി കൊടുത്തേനെ. ചീറിപ്പായുന്ന പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് അതിനകത്ത് പ്രവർത്തിക്കാമായിരുന്നു. അതും വരുന്ന 1.5 വർഷമേ ഉള്ളൂ. അപ്പൊ വലിയ കണക്കുകൂട്ടലാണ്, കണക്കുകൂട്ടൽ അങ്ങ് അറ്റത്താണ്. അപ്പൊ ഈ വരുന്നത് 5 വർഷമൊന്നും ഇനി ഭരിക്കാൻ കിട്ടില്ല, ഇവർക്ക് ഇനി 1.5 വർഷമേ ഉള്ളൂ. വഴിപിഴച്ച സന്തതി അത് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ ഈ 1.5 വർഷം കൊണ്ട് ക്യാബിനറ്റ് പദവി കിട്ടിയാലും പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ട് കാറില് പിന്നെ പറന്നാലും അതൊന്നും ഒരു വിഷയമല്ല. ഈ വഴിപിഴച്ച സന്തതിക്ക് അതിനേക്കാൾ മേലെയാണ് ഉദ്ദേശങ്ങൾ. അതായത് 10-20 വർഷം വർക്ക് ചെയ്തിട്ടുള്ള അവനവന്റെ ഒരു മാതൃസ്ഥാനം അല്ലെങ്കിൽ മാതൃപ്രസ്ഥാനം അതിനെ പുറങ്കാല് കൊണ്ട് തൊഴിച്ച് സ്വന്തം അച്ഛനെയും അമ്മയെയും ചവിട്ടി പുറത്താക്കുന്ന പോലെ കഞ്ഞി കൊടുക്കാണ്ട് അച്ഛനമ്മയും നോക്കാത്ത കുറെ സന്തതികളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അതേപോലെ ഈ വഴിപിഴച്ച സന്തതി പറയുന്നു, എനിക്ക് തന്നെ താനാക്കിയ പ്രസ്ഥാനത്തിനെ കരിവാരി തേച്ചുകൊണ്ട് അവരെ തെറി വിളിച്ചുകൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറയുന്നു അപ്പുറത്തുള്ളതും കൊള്ളൂല. ഒരു കാലത്ത് ഇപ്പൊ പഠിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന രാഷ്ട്രീയം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതായിരുന്നു. തിരിച്ചറിവില്ലാത്ത പ്രായത്തില് ഇദ്ദേഹം ഒരു പക്ക ഈ പറയുന്ന CPM-കാരനായിരുന്നു, അല്ലെങ്കിൽ ആ പാർട്ടി ആയിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. അപ്പൊ ആ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന് അതിനിടയിൽ കൂടെ വന്നിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞ് 10-20 വർഷം കൊണ്ട് വളർന്നു വന്നിട്ട് ഇപ്പൊ പറയുന്നതാണ് ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ കിട്ടും. എവിടെ? നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന പാർട്ടിയിലോട്ട് പോയിരുന്നെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ തന്നേനെ. പക്ഷെ അത് 1.5 കൊല്ലേ ഉള്ളൂ, അത്ര പോരാ. അപ്പൊ അവരെയും കൂടെ, അതായത് അവര് വിളിച്ചു, പിണറായി വിജയന്റെ പാർട്ടിക്കാര് ഈ പറയുന്ന ഇദ്ദേഹം അവരുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. ആ ചർച്ച നടത്തിയപ്പോൾ
പിണറായി വിജയൻ സാറ് അദ്ദേഹം സഖാവ് അപ്പൊ തന്നെ പറഞ്ഞു ഇവനെ നമുക്ക് ആവശ്യമേ ഇല്ലെന്ന്. അപ്പോ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ അവരെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരെ പറയുന്നതാണ് 1.5 വർഷം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്, ഇനി ഞങ്ങളാണ് കയറി വരാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പാഞ്ഞാന്റെ കുഞ്ഞ് പറക്കും മേലെ എന്ന് പറയും. ഞാൻ പ്രായമായ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാഞ്ഞാന്റെ കുഞ്ഞ് പറക്കും മേലേന്ന്. ഈ പാഞ്ഞാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണത്രേ. ഈ പാഞ്ഞാൻ എന്ന് പറയുന്ന പക്ഷി പറന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ മുട്ടയിടുന്നു. ആ മുട്ടയിട്ടിട്ട് ആ മുട്ട താഴെ എത്തുന്നതിന് മുമ്പേ തന്നെ വിരിഞ്ഞിട്ട് അതിന്റെ കുഞ്ഞ് ആ തള്ളയുടെ മേലെ പറന്നു പോകുന്നു. അതാണ് ഈ വഴിപിഴച്ച സന്തതി. അതാണ് പാഞ്ഞാന്റെ കുഞ്ഞ് പറക്കും മേലെ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും പാഞ്ഞാൻ മുട്ടയിട്ട് കഴിഞ്ഞാൽ അയ്യോ മുട്ട താഴെ വീണ് പൊട്ടില്ലേന്ന്. ഇല്ലെന്ന്. പാഞ്ഞാൻ പറന്നു പോകുമ്പോഴേ മുട്ടയിടും. ആ പറന്നു പോകുന്ന മുട്ട താഴെ എത്തുന്നതിന് മുമ്പേ അത് വിരിയും. അത് വിരിഞ്ഞിട്ട് അതിന്റെ തള്ളയുടെ മേലെ പറന്നു പോകുന്നതാണ് പാഞ്ഞാന്റെ കുഞ്ഞ്. അപ്പൊ ഈ പാഞ്ഞാന്റെ കുഞ്ഞ് പറയുന്നു 1.5 വർഷം കൊണ്ട് ക്യാബിനറ്റ് പദവി തരാന്ന് പറഞ്ഞ മറ്റൊരു CPM പാർട്ടി ഉണ്ട്. അപ്പോ അതും ദൈവത്തിനറിയാമെന്ന്. പുച്ഛമാണ്. ഇപ്പൊ ഭരിക്കുന്ന കേരള രാജ്യം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ പാർട്ടിയോട് വളരെ പുച്ഛമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അത് ദൈവത്തിനറിയാമെന്ന്. ഓക്കെ, ഇനി അടുത്തത് കേൾക്കൂ. അപ്പോ ഇതൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യം കൊണ്ട് ഭരണമില്ലാത്ത, കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത, സംസ്ഥാനത്ത് ഭരണമില്ലാത്ത, പാലക്കാട് മുനിസിപ്പൽ പഞ്ചായത്തിൽ പോലും ഭരണമില്ലാത്ത ഒരു പാർട്ടിക്ക് ഞങ്ങൾ പോവാണ്. റോങ് ചോയ്സ് ആയി പോയി. ഞാൻ പറഞ്ഞു കുഞ്ഞാര മോനെ, ആരെങ്കിലും വിയ്യൂർ സെൻട്രൽ ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷിക്കുമോ? ലോക കോമഡിയാണ്. അയ്യോ മാറിപ്പോയോ? ഒരു സെക്കൻഡ്, ഇതെന്തോ പറ്റിയത്? എന്റെ ഫോൺ തന്നെ സ്റ്റക്കായോ? എനിവേ, അപ്പോ ഇദ്ദേഹം പിന്നെ പറയുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ആരെങ്കിലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഏതാ? വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് BJP. കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഈ നമ്മളെ ഇപ്പൊ പാർട്ടി ഭരിക്കുന്ന മാർക്സിസ്റ്റുകാർ ഭരിക്കുന്ന CPM പാർട്ടി. അപ്പൊ ഇത് രണ്ട് ജയിലായിട്ടാണ് ഇദ്ദേഹം പിന്നെ പറയുന്നത്. ഈ 2 ജയിലിനെ കുറിച്ച് ഇദ്ദേഹം പറയുമ്പോ എന്നിട്ട് അവസാനം ഇദ്ദേഹം ഈ ഒരു ജയിലിൽ നിന്ന് മറ്റേ ജയിലിലേക്ക് പോയാൽ ജയിലിൽ ഇപ്പൊ സുഭിക്ഷമായ ഭക്ഷണമാണ്. 4 നേരം വയറ് നിറച്ച് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നേരം പോക്കുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ടൈം പാസും ഉണ്ട്, എല്ലാം ഉണ്ട് ജയിലില്. അത് ജയില്. പക്ഷെ ഇദ്ദേഹം എന്നിട്ട് ഇതൊക്കെ രണ്ടും ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി ചാടിയത്? പഴയ 10-70 കൊല്ലം പഴക്കമുള്ള ഒരു ടോയ്ലറ്റ് കുഴിയിലാണ് ഈ വഴിപിഴച്ച സന്തതി പോയിട്ട് ചാടിയത്. കേൾക്കണം നിങ്ങൾ കൂത്ത്. ഈ പറയുന്ന സംഗതി ബുദ്ധിമാനുണ്ടല്ലോ, അധികം ബുദ്ധിയുള്ള പൊന്മ കെന്റില മുട്ടയിടുക പറയാ സാധാരണ. അധികം ബുദ്ധിയുള്ള പൊന്മ കെന്റിലാണ് മുട്ടയിടുക. എന്നിട്ട് ഈ പറയുന്ന ഈ വഴിപിഴച്ച സന്തതി എന്നിട്ട് പോയി ചാടി കൊടുത്തത് എവിടെ? പഴയൊരു ടോയ്ലറ്റ് കുഴിയിൽ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയുന്നതാണ് മറ്റുള്ളതെല്ലാം പുച്ഛം. ഇന്നലെ വളർത്തിക്കൊണ്ടുവന്നവര് പുച്ഛം, നമുക്ക് ചുറ്റും നിൽക്കുന്നതെല്ലാം പുച്ഛം. ആകെ കൂടിയിട്ട് മാന്യമായിട്ട് കണ്ടതാണ് ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെയും അവരുടെ ടീമും. മല്ലികാർജുൻ ഖാർഗെയും ടീമും ആൾക്കാർ തെറ്റില്ല, കാരണം പണമാണ്, ആശയമല്ല ഇന്ന് വഴിപിഴച്ച സന്തതിക്ക് പ്രശ്നം, ആമാശയമാണ്. അപ്പോ വഴിപിഴച്ച സന്തതി ആമാശയം വികസിപ്പിക്കാനായിട്ട് കാണുന്ന ഒരേ ഒരു വഴി ഇന്ന് ഈ പറയുന്ന കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കള്ളപ്പണം വെളുപ്പിക്കാനുണ്ട്, കള്ളപ്പണം ഇട്ടുമൂടാനായിട്ട് പണമുണ്ട്. അപ്പോ ആമാശയം വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ പറയുന്ന കോൺഗ്രസിലോട്ട് എടുത്ത് ചാടിയാല് ഒന്നും സംഭവിക്കില്ല, നിറയെ കോരിയെടുക്കാം. ഇപ്പൊ ഏതോ മല്ലികാർജുൻ ഖാർഗെയുമായിട്ടുള്ള മറ്റേ എന്താ പറയാ ആൾക്കാരെ വിലക്കെടുക്കുന്ന ഒരു ടീമാണ് ഇവര്. അപ്പൊ എത്ര കോടികളാണ് പറഞ്ഞ് ഉറപ്പിച്ച് വിലക്കെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ അവരുടെ കർണാടകയിലും പിന്നെ ബാംഗ്ലൂരും പിന്നെ കോയമ്പത്തൂരും ഒക്കെ വെച്ച് നടന്ന ചർച്ചകളിൽ ഏകദേശം ഒരു ഡീലായിട്ടുണ്ട്. ഈ ഡീലിനകത്ത് പറഞ്ഞത് ഞാനും എന്റെ കൂടെ പിന്നെ 16,008 പേരും വരുന്നൊക്കെയാണ് ഇദ്ദേഹം തള്ളി മറിച്ചത്. പക്ഷെ തള്ളി മറിക്കുമ്പം ഈ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും വിചാരിച്ചത് ഇദ്ദേഹത്തിന്റെ കൂടെ 16,008 ബാക്കി വരുന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഒരു പട്ടിക്കാളി കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇദ്ദേഹം പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ കോടികൾ വേണ്ടി വരും, ഞങ്ങളെ വിലക്കെടുക്കേണ്ടി വരും, എന്നെ മാത്രം വിലക്കെടുത്താൽ പോരാ, ബാക്കി കൂടെ വരുന്നവർക്കും വിലക്കെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വാക്കുറപ്പിച്ചിട്ടാണ് ഡീല് ഉറപ്പിച്ചത്. പക്ഷെ പാളിപ്പോയി. ബാക്കിയുള്ളതൊക്കെ തന്തയും തള്ളിയും പറയിപ്പിക്കാനായിട്ടുണ്ടായവരല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഈ അച്ഛനെയും അമ്മയും മാറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല മനുഷ്യനായവർക്ക്. പക്ഷേ ഈ വഴിപിഴച്ച സന്തതിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും മാറുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ
സംഗതികളല്ലാത്തത് കൊണ്ട് നിന്ന നിലവിൽ നിന്ന് തന്തയും തള്ളിയും ഒക്കെ മാറ്റി പറഞ്ഞ് ഡീൽ ഉറപ്പിച്ച് കോടികൾ കൈപ്പറ്റി അതിലേക്ക് വന്നിട്ട് ആ പഴയ ടോയ്ലറ്റ് കുഴി കിടന്നുകൊണ്ട് അങ്ങ് ഇങ്ങനെ തിളക്കുകയാണ്. അവിടെ കിടന്ന് തിളയ്ക്കുന്ന പുഴുക്കളില്ലേ, അങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന ഒരു തരം പുഴുവായിട്ടാണ് ഇപ്പൊ കിടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നത്. എന്നിട്ട് പുഴു പറയുന്നതാണ്, ഞാൻ ചെയ്തതാണ് ഗംഭീരം, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാലും നിങ്ങൾ ഇന്നലെ വരെ ആരായിരുന്നു. ഇപ്പൊ യൂട്യൂബില് ഫോർ എക്സാമ്പിളാ ഞാൻ പറയുന്നത്, ഗൂഗിളിലോ യൂട്യൂബിലോ അടിച്ചു നോക്കിയാൽ സന്ദീപ് വാര്യരുടെ പ്രസംഗം എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ഈ നാറിയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ലേ, പക്ഷെ എന്നാലും പറഞ്ഞു പോയത്, ഐ എം വെരി സോറി. ഓക്കെ, ഈ വഴിപിഴച്ച സന്തതിയുടെ ഒരു യൂട്യൂബിലെ ഇദ്ദേഹത്തിന്റെ സ്പീച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്പീച്ചുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വരും. ഇന്നലെ പറഞ്ഞ സ്പീച്ചുകൾ ഇങ്ങനെ ആദ്യം കാണിക്കും ഗൂഗിള്, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ യൂട്യൂബ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇയാളുടെ ഇരട്ട മുഖമാണ് അവിടെയും കാണുന്നത്. ഗൂഗിൾ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല. 10-20 വർഷം മുമ്പ് നടന്നിരുന്ന കോമാളിക്കളിയല്ല ഇന്ന് നടക്കുന്നത്. ഇന്നെല്ലാം തെളിവുകളാണ്. നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ തിരിഞ്ഞു കൊഞ്ഞനം കുത്താൻ പോകുന്ന അവസ്ഥയാണ് ഇന്ന്. അപ്പൊ ബാക്കി കൂടി നമുക്ക് കേൾക്കണ്ടേ? ഒരു സെക്കൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ പാണക്കാട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ കടന്നു വന്നപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണം CPM ഭരണഘടന CPMക്ക് മാറി എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും. ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട് അല്ലെ, ക്യാബിനറ്റ് പദവിയോട് പോലീസിനെ വെച്ചുകൊണ്ട് ചീറിപ്പോയാവുന്ന പദവി 1.5 വർഷം കഴിഞ്ഞാൽ ഷുവർ സീറ്റ്. അത് പിന്നെ ദൈവത്തിന് അറിയാം. അപ്പൊ അത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണ്. CPMക്ക് 1.5 വർഷം കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അപ്പോ ഇതൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യം കൊണ്ട് ഭരണമില്ലാത്ത, കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത, സംസ്ഥാനത്ത് ഭരണമില്ലാത്ത, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോവാണ്. റോങ് ചോയ്സ് ആയി പോയി. ഞാൻ പറഞ്ഞു, പുന്നാര മോനെ, ആരെങ്കിലും വിയ്യൂർ സെൻട്രൽ ജയിലിന്, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷിക്കോ? വിയ്യൂർ സെൻട്രൽ ജയിലിന് ആരെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു ട്രാൻസ്ഫർ ആണെന്ന് പറയൂ? ജാമ്യം കിട്ടണമെങ്കിൽ പുറത്തിറക്കിയോണ്ടെന്നല്ലേ പറയാ? അപാരം. 20 കൊല്ലക്കാരെ ജീവപര്യന്തം അനുഭവിച്ച് രക്ഷപ്പെടാൻ നിൽക്കണോട് നീ കണ്ണൂർ ജയിലിൽ പോയി കിടന്നതാണെന്ന് പറയും. സൗകര്യമില്ല. അപ്പോ 20 കൊല്ലം ജീവപര്യന്തം അനുഭവിക്കായിരുന്നു എന്നാ പറയണത്. 20 കൊല്ലം താനാവാനായിട്ട് ഇയാള് സ്വയം ഞാനാവാനായിട്ട് എടുത്ത സമയമാണ് 20 വർഷം. ആ 20 വർഷത്തില് ഇയാളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തതി പിറന്നത്. ഇങ്ങനെ ഒരു സന്തതി പിറന്നിട്ട് ഈ സന്തതിയെ പിറന്നപ്പോഴേ തന്തയും തള്ളിയും ചത്തുപോയി. ആ പിറന്ന സന്തതി ഇയാൾ അനാഥമായിരുന്നു. ഈ അനാഥ കൊച്ചിനെ ഏറ്റെടുത്തിട്ട് ഈ അനാഥ കൊച്ചിനെ നമ്മൾ സാധാരണ ദത്തെടുക്കുക എന്ന് പറയും. ഈ അനാഥ കൊച്ചിനെ ദത്തെടുത്തിട്ട് ഇതിനെ വളർത്തി വലുതാക്കാൻ ഇത്രയും കാലം പാടുപെട്ടത് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ വളർത്തി വലുതാക്കിയ കാലഘട്ടം 20 കൊല്ലം ഇയാള് ജയിലിലായിരുന്നു എന്നാ പറയണത്. അപ്പൊ ജീവപര്യന്തം ജയിലിലായിരുന്നു ഇയാള്. അപ്പോ ഈ ജയിലിൽ ഉണ്ടായിരുന്ന ഇന്നലെ വരെ നിങ്ങള് ജയിലിലോ അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്നല്ലോ, അതൊരു സത്യസന്ധമായ കാര്യമാണല്ലോ. ആ വളർന്നു വന്ന ആ സംഗതികളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പറയുമ്പോൾ നാളെ ഇതെവിടെയാണോ വന്ന് നിൽക്കുന്നത്, ഈ കൈയടിക്കുന്നവനും ഇപ്പൊ ഇവന്റെ ഈ വഴിപഴച്ച സന്തതിയുടെ വാക്ക് കേട്ടിട്ട് കൈയടിക്കുന്ന കുറെ അലവലാദികളുണ്ട് ആ കൂട്ടത്തില്. ആ കൈയടിക്കുന്ന അലവലാദികൾ മനസ്സിലാക്കേണ്ടത് നാളെ നിങ്ങൾക്കും ഇതേ ഗതി തന്നെയാണ്. നാളെ നിങ്ങൾക്കും, അതായത് മനസ്സിൽ നന്മയും മനസാക്ഷിയും ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് അവന്റെ തനി സ്വരൂപം എന്നായാലും പുറത്തു വരും, ഇല്ലേ? ഇപ്പോ ഈ പറയുന്നവന് ഇദ്ദേഹത്തിന് സെൻട്രൽ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ വിയ്യൂർ ജയിലിൽ നിന്നോ കണ്ണൂർ ജയിലിൽ നിന്നോ ഏത് ജയിലിലാണെങ്കിലും കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിലോട്ട് വരുന്നത്. ആ ഉദ്ദേശങ്ങൾ നടക്കാണ്ടാവുമ്പോഴാണ് അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് അത് കിട്ടാവുന്നിടത്തേക്ക് ചെന്ന് കയറുന്നത്. അപ്പൊ കോടികളുടെ ഡീലിംഗ് നടത്തിയിട്ട് അവരവരുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കാനും അവരവരുടെ ആമാശയം വീർപ്പിക്കാനും നടക്കുന്നവന് എവിടെ പോയിട്ടായാലും പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആദർശങ്ങളുള്ളവർക്ക് അങ്ങനെയല്ല. ആദർശങ്ങളുള്ളവൻ അത് ആദർശങ്ങളാണ് മുറുക്കി പിടിക്കുന്നത്. അവർക്ക് എന്ത് തന്നെ വന്നാലും അവരവരുടെ ആദർശങ്ങളാണ് വലുത്. ആ ആദർശങ്ങൾ വിട്ടിട്ട് കളിക്കാൻ ആരും തയ്യാറാവില്ല. ഇനി ആദർശങ്ങൾ മനസ്സിലുള്ളവൻ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, കഷ്ടപ്പാട് വന്നു എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ നിന്ന് നമ്മൾ മാറി നിന്നാലും അവൻ കുടുംബത്ത് പിറന്നവനാണെങ്കിൽ
അവൻ കുടുംബത്ത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്ന കുടുംബത്ത് പിറന്നവനാണെങ്കിൽ, അവൻ പഠിച്ച സംസ്കാരം നല്ലതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ട് മാറി നിന്നാലും അവർ പറയുന്നൊരു വാക്കുണ്ട്, കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിനിമാ ലോകത്ത് ദിലീപും മഞ്ജു വാര്യരും ഡിവോഴ്സ് ആയ പോലെ, ഫോർ എക്സാമ്പിളാ ഞാൻ പറയുന്നത്. അവർ ഡിവോഴ്സ് ആയിട്ട് അവര് വന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഒരിക്കലും ആരുടെയും രണ്ടുപേരുടെയും മാന്യമായിട്ടുള്ള ഡിവോഴ്സിംഗ് ആയിരുന്നു. ഒരാളും അവരുടെ ഒരു അനുഭവങ്ങളെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല, ഒരു തരത്തിലുള്ള സംസാരം ഉണ്ടായില്ല. അത് മാന്യത. ആ വ്യക്തികൾ രണ്ടാളും ജീവിതത്തിൽ വേറെ ഒരുപാട് ടൈപ്പുകളാണ്, നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ ഡിവോഴ്സ് ആയതാണ്. ദിലീപിന്റെ ലൈഫ് ജീവിക്കുന്നു, മഞ്ജുവിന്റെ ലൈഫ് ജീവിക്കുന്നു. അപ്പോ അവർ ഡിവോഴ്സ് ആയപ്പോൾ അത് മാന്യമായൊരു ഡിവോഴ്സ് ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിനൊരു മാന്യതയുണ്ട്. അവനവന്റെ പേഴ്സണൽ കാര്യങ്ങളും അവനവന്റെ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ തുറന്നു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അപ്പൊ ഇത് രണ്ട് തരത്തിൽ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നത് അത് സർവ്വസാധാരണമാണ്. അതിനുള്ള അവകാശങ്ങളൊക്കെ അയാൾക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന പാർട്ടി ഇതുവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് ഒന്നും ആയിരുന്നില്ല. ഈ വഴിവഴിച്ച സന്തതി ഒന്നുമായിരുന്നില്ല, വെറും വട്ടപൂജ്യമായിരുന്നു. ആ വട്ടപൂജ്യത്തിൽ നിന്ന് ഇന്നത്തെ ആളായിട്ട് ഇത്രയും വലിയ സംഭവത്തോട് കൂടിയിട്ട് മറ്റുള്ളവരെ തരത്തിൽ കൈയടിപ്പിക്കാൻ പാകത്തിന് പ്രസംഗിക്കാനായിട്ടുള്ള രീതിയിലും വെല്ലുവിളിക്കാൻ ആയിട്ടുള്ള രീതിയിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, ആക്കി തന്ന ഊർജം, അത്രയും കഷ്ടപ്പാട് പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് പുറകിൽ നിർത്തിയിട്ട് അവരെ വെല്ലുവിളിക്കുന്നത് ഈ കൈയടിക്കുന്നവന്മാര് പൊട്ടന്മാരല്ലാന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, ഇയാൾ ആരായിരുന്നു ഇന്നലെ വരെ ഇയാൾ ആരായിരുന്നു? ഇന്ന് ഇയാൾ എന്താണ് പറയുന്നത്? നാളെ നമുക്ക് നേരെ ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് ഈ കൈയടിക്കുന്ന പൊട്ടന്മാര് ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ അവരവരുടെ കാലക്കേടിനാണ് ഈ വേലിയിൽ ഇരിക്കുന്ന ഈ സാധനത്തിനെ, ഈ പാമ്പിനെ, ഈ വേലിയിൽ ഇരിക്കുന്ന ഈ വഴിപിഴച്ച സന്തതി എന്ന് പറയുന്ന പാമ്പിനെ പറയാൻ പറ്റാത്തടത്ത് ഈ കോൺഗ്രസ്സുകാർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് എവിടെയാണ് തിരിഞ്ഞു കടിക്കാൻ പോകുന്നതെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് കൊണ്ട് നടക്കുകയാണ് പരസ്യത്തിന്, ലോകം മുഴുവനും പരസ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് കൊണ്ട് നടക്കുകയാണ്. പാണക്കാട് പോയി പരസ്യം ചെയ്തു, മറ്റേ ജപ്രിത്തങ്ങളെ ഏതൊരു തങ്ങളുടെ അവിടെ പോയിട്ട് പരസ്യം ചെയ്തു. ഇനി കൂടി വന്നു കഴിഞ്ഞാൽ ഇനി തലയിൽ തൊപ്പിയും പാവൊക്കെ വെച്ചിട്ട് ഇനി അടുത്ത പരസ്യത്തിന് വരും. പരസ്യം എന്തിനാ ചെയ്യേണ്ടി വരുന്നത്? പാണക്കാടാണെങ്കിലും മുസ്ലിം ലീഗിനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഇതിനെ എഴുന്നള്ളിച്ച് കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പരസ്യം ചെയ്യുന്നുണ്ടല്ലോ. ഈ പരസ്യം ചെയ്യുന്ന എന്തിനാ? ചെലവാകാത്ത സാധനങ്ങൾക്കാണ് പരസ്യം അത്യാവശ്യമുള്ളത്, ആണല്ലോ. അതൊരു സത്യമായ യാഥാർത്ഥ്യല്ലേ? പിന്നെ ഇന്നത്തെ ഒരു ട്രെൻഡാണ് എന്ത്, കൂടുതൽ പരസ്യം കാണുമ്പോൾ ചില ആൾക്കാർ തലയ്ക്ക് വെളിവുള്ളവരൊന്നും പരസ്യത്തിന്റെ പുറകെ പോവില്ല. പണ്ടെങ്ങാണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ഏതോ ഒരു സോപ്പ് തേച്ച് കുളിച്ചാല് സൗന്ദര്യം വരും, നിറം വെക്കും എന്ന് പറഞ്ഞിട്ട് ആ സോപ്പ് കമ്പനിയുടെ സോപ്പ് ഉപയോഗിച്ച ഏതോ ഒരു അവര് കേസ് കൊടുത്തിട്ട് മമ്മൂട്ടിക്ക് എന്തോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ സോപ്പ് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ വെളുക്കും, സൗന്ദര്യവതിയാകും, സൗന്ദര്യധാമമാവും എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി പരസ്യം കൊടുത്തിട്ട് ആ പരസ്യത്തിന് ഏതോ ഒരു ആ പ്രൊഡക്റ്റ് മേടിച്ച് വാങ്ങി ഉപയോഗിച്ച ഒരാള് കേസ് കൊടുത്തിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. അപ്പോ പരസ്യത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിതരാകും എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. അപ്പൊ ആ പരസ്യം കേട്ട് പരസ്യം വേണ്ടത് എന്തിനാണ്? ചെലവാകാത്ത പ്രൊഡക്റ്റിനാണ് പരസ്യം ആവശ്യം, ഗുണമില്ലാത്ത പ്രൊഡക്റ്റിനാണ് പരസ്യം ആവശ്യം. അപ്പോ ഈ ഒരു വിഭാഗത്തിനെ, ഒരു പ്രത്യേക വിഭാഗക്കാരെ തള്ളി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യമായിട്ട് ഈ ബഫൂണിനെ കൊണ്ട് നടക്കുമ്പോൾ ഈ ബഫൂണിനെ ഊതി വീർപ്പിച്ചിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഈ ബഫൂണ് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട്. എന്ത്? ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഈ വന്നിരിക്കുന്ന സ്ഥലവും വലിയ സംഭവമാണ്, നാളെ നിങ്ങൾ എല്ലാവരും ഈ സംഭവം പിന്തുടരണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നിടത്ത് മുഴുവനും എന്റെ പൊന്നോ, എവിടെ പോയാലും എങ്ങനെ പോയാലും കള്ളപ്പണവും കള്ളക്കടത്തും ആരുടെ കയ്യിലാണോ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വയറ് വീർപ്പിക്കാം. അതാണ് കാര്യം, അത്രേ ഉള്ളൂ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളപ്പണം ആരുടെ കയ്യിലാ? ആ പ്രത്യേക വിഭാഗക്കാരുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് ആരുടെ കയ്യിലാ? ഈ പറയുന്ന പ്രത്യേക വിഭാഗക്കാരുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ സ്വർണം പറയാൻ പറ്റാത്തടത്തും അല്ലാത്ത ഭാഗങ്ങളിലും എവിടെയൊക്കെ തുളയുണ്ടോ അവിടെയൊക്കെ കുത്തികയറ്റി കൊണ്ടുവരുന്നത് ആരാണ്? ഈ പറയുന്ന പ്രത്യേക വിഭാഗമാണ്. അതുപോലെ കള്ളക്കടത്തിന്റെ കാര്യങ്ങൾ നിൽക്കട്ടെ, മയക്കുമരുന്ന്, കഞ്ചാവ്, ഈ പറയുന്ന സർവത്ര കാര്യങ്ങളും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന, എവിടെ കേസുകൾ കണ്ടാലും, എവിടെ പിടിച്ചു എന്ന് പറഞ്ഞാലും, എവിടെ പോലീസ് കേസുകൾ കണ്ടാലും, എവിടെ കണ്ടാലും നിങ്ങൾ അതിന്റെ പേര് ശ്രദ്ധിച്ചോളൂ, ഒരു പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക വിഭാഗങ്ങളുടെ പേരായിരിക്കും അതിന്റെയൊക്കെ. വിശുദ്ധരാണ്, സമാധാന മതമാണ്.
കാര്യം പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്, സമാധാന മതമാണ്, വളരെ സമാധാനമുള്ള മതമാണ് എല്ലാം കൊണ്ടും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിന്നാലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വയറ്റിപ്പഴപ്പിന് പറ്റുള്ളൂ. അപ്പൊ ആ വയറ്റിപ്പഴപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം പകലാണോ പകലാണ്, ഇപ്പൊ രാത്രിയാണോ രാത്രിയാണ് എന്ന് പറയുന്ന നട്ടലില്ലാത്ത ഈ ബഫൂണ് നടന്ന് പറയുവാണ് ഈ പ്രത്യേക മതക്കാരുടെ പരസ്യമായിട്ട്. ഏത് മതക്കാരന്റെ പരസ്യമായിട്ട് കോമാളി കാണിച്ചാലും, ഏത് കളി കളിച്ചാലും, ഏത് ആകാശത്ത് പോയിട്ട് കളിച്ചാലും താഴെ വന്നിട്ടാണ് സമ്മാനം. വഴിപിഴച്ച സന്തതിക്ക് സമ്മാനം കിട്ടുന്ന ഒരു ദിവസം വരും. മനസ്സിലാവുന്നുണ്ടോ? വഴിപിഴച്ച സന്തതിക്ക് സമ്മാനം കിട്ടുന്നൊരു ദിവസം വരും. അതായത് മാരാർജി ഭവന്റെ കൂടെ ഇടുന്ന വടിയെടുത്തിട്ട് നിങ്ങളെ തല്ലി നേരെയാക്കാനൊന്നും ഞാൻ വരുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ. നീ വന്ന് തല്ലി നേരെയാക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതും നീ ഇന്നലെ വരെ നീ തള്ളിപ്പറഞ്ഞ സംഭവം, ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനം, ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ പാർട്ടി മൂന്നാമത്തെ പ്രാവശ്യവും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതാണ്. അത് മറക്കാണ്ട് തള്ളിയാ മതി. ഈ തള്ളി മറിക്കുമ്പോൾ ഇതൊക്കെ മറക്കാതിരുന്നാ മതി. ഓടുപൊളിച്ചല്ല വന്നത്. ജനങ്ങൾ അവകാശം നേടിക്കൊടുത്തിട്ട് ജനാധിപത്യ ഭരണത്തിൽ ജനങ്ങളാൽ അവകാശം പോയി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ മൂന്നാം വട്ടവും ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. പണമാണ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമാണ് ആവശ്യമെങ്കിൽ അതിന് പോകാൻ പറ്റിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അതിലൊരു തർക്കവും ഇല്ല. നിങ്ങൾക്ക് പണമാണെങ്കിൽ കള്ളപ്പണത്തിന്റെ ആണെങ്കിലും മറ്റുള്ള ഏത് കാര്യങ്ങളായാലും, കള്ളായാലും പിന്നെ പെണ്ണായാലും പിന്നെ മറ്റുള്ള കാര്യങ്ങളായാലും സുഖലോലുപതയുടെ എല്ലാ എന്താ പറയാ അങ്ങേയറ്റം വരെ പോവാനായിട്ട് ഇപ്പോ ഉദ്ദേശിക്കുന്ന ഈ വഴിപിഴച്ച സന്തതിയുടെ ഒരു വീക്ക്നെസ് ഒക്കെ ഉണ്ട്. പുള്ളിക്ക് ഒരു വീക്ക്നെസ് ഒക്കെ ഉണ്ടെന്ന് അടുത്ത കാലത്താണ് നമ്മൾ അറിയുന്നത്. അപ്പൊ പുള്ളിക്ക് പറ്റുന്ന വീക്ക്നെസ്സുകൾ എല്ലാം കൂടിയിട്ട് ഒത്തിണങ്ങിയ ഒരു പാർട്ടി, ഈ വഴിപിഴച്ച സന്തതിയുടെ വാര്യരുകുട്ടിയുടെ വീക്ക്നെസ്സിന് അനുസരിച്ചിട്ടുള്ള എല്ലാ സംഗതികളും ഒത്തിണങ്ങിയ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഈ പാർട്ടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു പാർട്ടി ഇനി പറയാനില്ല. അപ്പൊ അതുകൊണ്ട് ചോയ്സ് ഒക്കെ ഗംഭീരമാണ്. ആ ചോയ്സിൽ പൊക്കോളൂ, കിട്ടിയതൊക്കെ മേടിച്ചോളൂ, നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ തള്ളുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഇന്നലെ വരെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എല്ലാം തെളിവോട് കൂടിയിട്ട് വീഡിയോ സഹിതം അത് വിക്കിപീഡിയയിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് തള്ളി മറിക്കുമ്പോ ഒരു പാകത്തിനൊക്കെ തള്ളണം. ഇല്ലെങ്കിൽ 4 കാലും കുത്തി പൊത്തോന്ന് പറഞ്ഞ് താഴെ വീഴും, ചക്ക വീഴുന്ന പോലെ. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ ഇതൊന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രസന്റ് ചെയ്തത്. എല്ലാവരും എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.